ഹലോ. അപ്പോൾ ഇന്നൊരു രാവിലത്തെ ബ്ലോഗായിട്ടാണ് വന്നേക്കുന്നത് കേട്ടോ. രാവിലെ എന്ന് പറയുമ്പോൾ ഒരു 7 മണി സമയമാണ്. ഞാൻ ഇന്ന് ഇച്ചിരി നേരത്തെ എന്ന് പറഞ്ഞാൽ 6 മണിയായപ്പോഴത്തേക്കിന് എഴുന്നേറ്റ് ഞങ്ങൾ രണ്ടുപേരും കൂടെ അമ്പലത്തിൽ പോവാണ്. കുറച്ച് വഴിപാടും കാര്യങ്ങളൊക്കെ കഴിപ്പിക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ ഇവിടെയല്ല, കുറച്ച് ദൂരത്തെ ഒരു കൃഷ്ണൻ്റെ അമ്പലത്തിലാണ്. കുറച്ച് ദൂരം എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് ഒരു 10-15 രൂപ പോയിൻ്റേ ഉള്ളൂ. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടെ ബസ് നോക്കി ഇവിടെ ഇങ്ങനെ വന്ന് നിൽക്കുകയാണ്. അങ്ങനെ ബസ് വന്നു കേട്ടോ. മുനമ്പത്തേക്കാണ് ഞങ്ങൾ പോകുന്നത്. അപ്പോൾ ബസ്സിൽ കയറി ഞങ്ങൾ യാത്ര തുടർന്നു. അങ്ങനെ യാത്രയ്ക്കൊടുവിൽ ഞങ്ങൾ കോലോത്തുകടവ് എന്ന് പറയുന്ന ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രമാണ്. അവിടെ എത്തി ഞാൻ കുറച്ച് ദൂരം നടക്കാനുണ്ട് കേട്ടോ. അവിടെ നിന്ന് ഇറങ്ങി നടന്നു പോവാണ്. നല്ല സ്ഥലമാണ് കേട്ടോ. നല്ല ചുറ്റിനും ഒരുപാട് വീടുകളൊക്കെ ഉണ്ട്. അപ്പോൾ ആ വീടുകളൊക്കെ കാണാനും നല്ല ഭംഗിയുണ്ട്. മുറ്റത്ത് ഒരുപാട് ചെടികളുണ്ട്. അപ്പോൾ അതൊക്കെ കണ്ട് ഇങ്ങനെ ഇരിക്കാൻ നല്ല ഭംഗിയാണ്. അപ്പം ഞങ്ങളതൊക്കെ കണ്ട് അവിടെ ഓരോ വർത്താനമൊക്കെ പറഞ്ഞാണ് വന്നത്. ഞങ്ങളുടെ അമ്മ ഇവിടെ അഡ്മിറ്റായിട്ടുണ്ട്. അമ്മ അഡ്മിറ്റാകാത്ത ആയുർവേദ ആശുപത്രികളില്ല എന്ന് പറഞ്ഞാൽ ഇവിടെ കുറച്ചാൾ കടന്നിട്ടുണ്ട്. അത് ഞാൻ വരുന്നതിനൊക്കെ മുന്നെയാണ് കേട്ടോ. നടക്കുകയാണ്. അപ്പം ഞങ്ങൾ അമ്പലത്തിൻ്റെ അവിടെ എത്തി. നല്ല മനോഹരമായൊരു സ്ഥലമാണ്. ഒരു ഭയങ്കര പീസ്ഫുള്ളായിട്ടുള്ളൊരു ഏരിയ ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. അവിടെ ചെന്നപ്പോൾ തന്നെ ഒരു സമാധാനവും നല്ലൊരു ഐശ്വര്യമുള്ളൊരു ഏരിയ. എനിക്ക് ഭയങ്കര മനസ്സിനൊരു കുളിർമ തോന്നി. ഞങ്ങൾ അമ്പലത്തിനുള്ളിൽ കയറി. അപ്പോൾ അകത്തോട്ടൊക്കെ വലിയതായിട്ട് ഫോട്ടോസും വീഡിയോസും ഒന്നും എടുക്കാൻ പറ്റില്ലെന്ന് തോന്നുന്നു. അവിടെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. എങ്കിൽ കൂടിയും ഞാൻ ആരും കാണാതെ കുറച്ച് വീഡിയോയും ഫോട്ടോസും ഒക്കെ എടുത്തു. അപ്പോൾ ഞങ്ങൾ വഴിപാടൊക്കെ കഴിപ്പിച്ച് വഴിപാട് കിട്ടി. അപ്പോൾ വേറൊരു വഴിപാടിന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊരു 9:30 ആവാതെ കിട്ടില്ല എന്ന് പറഞ്ഞതുകൊണ്ട് ഞങ്ങളവിടെ കുറച്ച് നേരം വെയിറ്റ് ചെയ്ത്. അപ്പോൾ ഞങ്ങളവിടെ നിൽക്കുമ്പം കുറച്ച് പേരൊക്കെ തൊഴാനായിട്ട് ഈ വശത്തോട്ട് ഇറങ്ങി പോകുന്നുണ്ട്. അപ്പോൾ അവിടെ എന്താണെന്ന് ഞങ്ങൾക്ക് മനസ്സിലായില്ല. അപ്പോൾ അവിടെ കുളമായിരുന്നു. അപ്പോൾ അവിടെ നിങ്ങൾ കുളത്തിൻ്റെ വീഡിയോ ഒക്കെ എടുത്തു. അപ്പോൾ ഞങ്ങൾക്കൊരു നീർക്കാക്കേനെയൊക്കെ കിട്ടി. അപ്പോൾ അതും ഇങ്ങനെ മുങ്ങിയും കളിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിനോട് ചേർന്ന് തന്നെ ഒരു ഭഗവതി ക്ഷേത്രമുണ്ട്. ഇങ്ങനെ ഇവിടെ ഒരു ക്ഷേത്രമുള്ളത് ഞങ്ങൾക്ക് അറിയില്ല. അപ്പോൾ കുറച്ച് പേര് അങ്ങോട്ട് തൊഴാൻ പോകുന്നത് കണ്ടപ്പോഴാണ് മനസ്സിലായത്. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ ചെരുപ്പ് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൻ്റെ ഫ്രണ്ടിലാണ് കിടന്നത്. അത് കാരണം ഞങ്ങൾക്ക് ഇങ്ങോട്ടുള്ള വഴിയിൽ ചെരുപ്പിടാനായിട്ട് പറ്റിയില്ല. ഭയങ്കര പ്രയാസപ്പെട്ടാണ് അവിടം വരെ നടന്നു തന്നത്. പക്ഷേ എന്നാലും അവിടെ എത്തിയപ്പോൾ ഒരു നല്ല ഭംഗിയുള്ളൊരു കൊച്ചു ക്ഷേത്രം നമുക്ക് അവിടെ കാണാനായിട്ട് പറ്റി. ആ അമ്പലത്തിൽ ഒരുപാട് ആൾക്കാരൊന്നും വന്നു പോകുന്നില്ല. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ 1-2 പേര് വന്നും പോയി നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് ഒരു സമാധാനമുള്ളൊരു ഫീൽ എനിക്ക് തോന്നി. ഒരുപാട് തിരക്കില്ല. ഭയങ്കര സമാധാനമുള്ളൊരു ഏരിയ ആണ് കേട്ടോ. ഞങ്ങൾ ഇന്ന് ഈ ചെന്ന അമ്പലത്തിൻ്റെ ആ ഒരു ഏരിയ ഞങ്ങൾക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഞാൻ ചേച്ചി അത് പ്രത്യേകിച്ച് എടുത്ത് പറയുകയും ചെയ്ത്. ഒരു ശല്യമോ ഒരു ബഹളമോ അങ്ങനെ ഒന്നുമില്ല. നല്ലൊരു അന്തരീക്ഷം. അപ്പം ഞങ്ങൾ അവിടെ നിന്ന് തൊഴുതതിന് ശേഷം തിരിച്ചിറങ്ങിയപ്പോഴാണ് തൊട്ടാവാടിയുടെ ഒരു ഏരിയ തന്നെ കാണുന്നത്. അപ്പോൾ അതങ്ങനെ ഉണ്ടായി നിൽക്കുന്നത് കാണാനൊരു പ്രത്യേക ഭംഗിയായിരുന്നു. അപ്പം ഞാൻ ഓർത്തുന്ന കുറച്ച് വീഡിയോ ഒക്കെ എടുത്തേക്കാന്ന്. അപ്പോൾ ഇതിങ്ങനെ ഒന്നിച്ച് നിൽക്കുന്നത് ഞാൻ എൻ്റെ നാട്ടിലാണ് കൂടുതലും കണ്ടിട്ടുള്ളൂ. ഇവിടെ വന്നതിന് ശേഷം 1-2 തൊട്ടാവാടി അവിടെ ഇവിടെയൊക്കെ ഉണ്ടായി നിൽക്കുന്നേ കണ്ടിട്ടുള്ളൂ. പക്ഷേ ഈ ഭാഗത്ത് നിന്നപ്പോൾ ഇതിങ്ങനെ ഒന്നിച്ച് നിൽക്കുന്ന കണ്ടപ്പോൾ എനിക്കൊരു കൗതുകം തോന്നി. അതുകൊണ്ടാണ് ഞാനിത് വീഡിയോയിലേക്ക് പകർത്തിയത്. എന്തായാലും ഒരു രസം ഉണ്ടായിരുന്നു ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കാനായിട്ട്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ അമ്പലത്തിന് നേരെ ഇറങ്ങി മുന്നോട്ട് നടന്നപ്പോഴത്തേക്കിനും ഒരു ചായക്കട കണ്ടു. എന്തായാലും ഞങ്ങൾ രാവിലെ ഇറങ്ങിയതാണ്. അപ്പോൾ ഞങ്ങളൊന്നും കഴിച്ചിട്ടൊന്നുമില്ല, പ്രത്യേകിച്ച് അമ്പലത്തിലോട്ടായതുകൊണ്ട് തന്നെ. അപ്പോൾ 9:30 കഴിയാതെ ഞങ്ങൾക്ക് അവിടെ നിന്ന് പോരാൻ പറ്റില്ല. അപ്പോൾ ഞാനും ചേച്ചി ഓർത്ത് അതിപ്പോൾ എന്തെങ്കിലും ഒന്ന് കഴിച്ചേക്കാന്ന്. അപ്പോൾ ഞങ്ങളൊരു ചായയും വടയൊക്കെ കഴിച്ചു. നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. ചായയും സൂപ്പറായിരുന്നു, വടയും സൂപ്പറായിരുന്നു. അപ്പം ഞങ്ങൾ രണ്ടുപേരും അതൊക്കെ അവിടെ ഇരുന്ന് കഴിച്ചു കേട്ടോ. അപ്പോൾ അവർ തെരി ഇങ്ങനെ ഓരോന്ന് ചുട്ടിങ്ങനെ തരികയാണ്. അപ്പോൾ നല്ല ഭംഗിയുണ്ടായിരുന്നു അതൊക്കെ കാണാനായിട്ട്. പിന്നെ ഈ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും കൂടെ ആയപ്പോൾ അടിപൊളിയായിരുന്നു. നല്ലൊരു ഫീലായിരുന്നു അവിടെ ഇരുന്ന് ചായ കുടിക്കാനായിട്ട്. അത്യാവശ്യം നല്ല വൃത്തിയുള്ള ഒരു കടയാണ്. അപ്പോൾ ഞങ്ങൾ പിന്നെ പൈസയൊക്കെ പേ ചെയ്തിട്ട് പിന്നെ വീണ്ടും ഞങ്ങൾ അമ്പലത്തിൻ്റെ അങ്ങോട്ട് നടക്കുകയാണ്. അപ്പോൾ എന്തായാലും ഞങ്ങൾക്ക് സമയം പോകണമല്ലോ. അപ്പോൾ അതിലെല്ലാം ഞങ്ങൾ നടന്ന് കാണുകയാണ്. അപ്പോൾ അമ്പലത്തിൻ്റെ ആ ഒരു ഫ്രണ്ട് വശത്ത് മുന്നോട്ട് വരുമ്പോഴത്തേന് ഫ്രണ്ട് വശത്ത് ഒരു ആൽമരമുണ്ട്. അതിൻ്റെ നേരെയുള്ള സ്ഥലത്തോട്ട് ചെല്ലുമ്പോൾ ഇതുപോലെ പുഴ കാണാനായിട്ട് സാധിക്കും കേട്ടോ. അപ്പോൾ അവിടെ ബോട്ടൊക്കെ ഉണ്ട്. അത് ഈ കാണുന്ന ഷെഡൊക്കെ കണ്ടോ? അപ്പോൾ അവിടെ ബോട്ട് നിർമ്മിക്കുന്ന ഏരിയ ആണ്. അങ്ങനെ അവിടെ ഇങ്ങനെ ഓരോ ബോട്ടൊക്കെ പണിയാനായിട്ട് കയറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ഒന്നെങ്കിൽ അത് അവിടെ ഉണ്ടാക്കുന്നതായിരിക്കും, അല്ലെങ്കിൽ ഞാൻ അറ്റകുറ്റപ്പണിക്കൊക്കെ കയറ്റുമല്ലോ. അപ്പോൾ അങ്ങനെ ഒരു ഏരിയ ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്നപ്പോൾ നല്ലൊരു അന്തരീക്ഷമായിരുന്നു. ഇന്നെനിക്ക് ഞാൻ പറഞ്ഞല്ലോ, ചെന്ന സ്ഥലം അടിപൊളിയായിരുന്നു. എനിക്ക് ഇഷ്ടപ്പെട്ടു. മനസ്സിനും ഭയങ്കര സമാധാനം തോന്നി. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് ആ സ്ഥലമൊക്കെ എൻജോയ് ചെയ്യണം. അപ്പോൾ ഈ മരത്തിൻ്റെ വലിപ്പം കാണണം. ഒരു 5-6 പേര് ഒന്നിച്ച് നിൽക്കുന്ന പോലെയാണ് അതിൻ്റെ തടിയുടെ ഒക്കെ വലിപ്പം. ഞാനും ചേച്ചി അത് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ചേച്ചി അതിനെ ഇന്ന് കെട്ടിപ്പിടിച്ചുകൊണ്ട് എന്തൊക്കെയോ കാണിക്കുന്നുണ്ട്. മരത്തിൻ്റെ വലിപ്പം കാണണം. എന്തോ വലിയ മരം നോക്ക്. 2 ശാഖയൊക്കെ ആയിട്ട്
അതിൻ്റെ അടുത്ത് വേറൊരു മരം, പാഴ്മരം എന്ന് പറഞ്ഞു. എന്റെ പൊന്നി, കുറേ വള്ളികളൊക്കെ ഇവിടുത്തെ നാട്ടുകാരൊക്കെ വല്ലാതെ നോക്കുന്നു. എന്താണ് സുഖേട്ടാ നമ്മൾ വല്ലാതെ നോക്കുന്നത്, ആൾക്കാരൊക്കെ വല്ലാതെ നോക്കുന്നു. നല്ല രസമുണ്ട്. അപ്പം ഞങ്ങൾ ഇതിൽ തെണ്ടി നടക്കുന്നത് എന്താണെന്ന് നിങ്ങൾ ചോദിക്കും. ഞങ്ങളൊരു വഴിപാടിന് കൊടുത്തിട്ടുണ്ട്, അത് 9:30 ആകുമ്പോഴേ കിട്ടത്തുള്ളൂ. അതുകൊണ്ടാണ് ഞങ്ങളിങ്ങനെ തെണ്ടി നടക്കുന്നത്. അപ്പോൾ ഇവിടെ കുറേ പഴമ നിലനിർത്തുന്ന കുറേ കടകളുണ്ട് കേട്ടോ. കുറച്ച് പൊട്ടിപ്പൊളിഞ്ഞ ബാർബർ ഷോപ്പ്, ചെറിയ ചെറിയ കടകൾ, അങ്ങനെയൊക്കെ ഈ അമ്പലത്തിൻ്റെ ഫ്രണ്ടിലുണ്ട്. അപ്പം ഞങ്ങളിങ്ങനെ പറഞ്ഞ് നൊസ്റ്റു അടിക്കുന്ന രീതിയിലുള്ള ചില സ്ഥലങ്ങളൊക്കെ ഇവിടെ ഉണ്ടെന്ന്. അപ്പം ഞങ്ങൾ അവിടെ നിന്ന് അപ്പച്ചൻ്റെ കയ്യിൽ നിന്ന് ഒരു ലോട്ടറിയൊക്കെ എടുത്ത് കേട്ടോ. ഒരു പ്രായമായ ഒരു അപ്പച്ചനായിരുന്നു. അപ്പം ഞങ്ങൾക്ക് ആളെ കണ്ടപ്പോൾ തൊട്ടൊരു പാവം തോന്നി. എന്തായാലും ഇത്രയും പ്രായമായിട്ട് എന്തെങ്കിലുമൊക്കെ തൊഴിൽ ചെയ്ത് ജീവിക്കണം എന്ന് ആൾക്ക് തോന്നിയതുകൊണ്ടാണല്ലോ. അപ്പം ഞങ്ങൾ രണ്ടുപേരും കൂടെ പോയി ഒരു 2 ലോട്ടറിയൊക്കെ അങ്ങ് എടുത്ത്. അപ്പം ഞങ്ങൾ അമ്പലത്തിൻ്റെ ഉള്ളിൽ കയറി. അപ്പം നേദ്യത്തിൻ്റെ സമയമായിരുന്നു. അപ്പം നേദ്യം കഴിഞ്ഞാൽ മാത്രമേ ഞങ്ങൾക്ക് വഴിപാട് കിട്ടത്തുള്ളൂ. അതുകൊണ്ട് ഞങ്ങൾ അവിടെ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിന്ന്. അപ്പം നേദ്യത്തിന് ശേഷം നട തുറന്ന്, അപ്പോൾ ആരും കാണാതെ ഞാൻ കുറച്ച് വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ട്. അങ്ങനെ വഴിപാടൊക്കെ കഴിച്ച് കിട്ടിയതിന് ശേഷം ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ്. അപ്പം ഞങ്ങൾ ബസ് കയറാൻ വന്ന് നിന്ന്. അപ്പോൾ ബസ് കുറേ നേരം വെയിറ്റ് ചെയ്തിട്ടും വരുന്നില്ല. അപ്പം ഞങ്ങൾ അവിടെ നിന്നപ്പോൾ ഒരു ബസ് പോയായിരുന്നു. അന്നേരം ഞങ്ങളവിടെ വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ബസ് വന്നു, ബസ്സിൽ കയറി. അങ്ങനെ സൈഡ് സീറ്റൊക്കെ കിട്ടി. അപ്പോൾ യാത്ര കാഴ്ചയൊക്കെ കണ്ടിരിക്കുകയാണ്. അങ്ങനെ ഞങ്ങളിതേ വീട്ടിലെത്തി കേട്ടോ. വീട്ടിലെത്തിയപ്പോൾ ആരെങ്കിലും വാതിക്കെ കാണുമെന്നാണ് പ്രതീക്ഷിച്ചത്. പ്രത്യേകിച്ച് അമ്മേനെയാണോ വിചാരിച്ചത്, പക്ഷെ അമ്മയില്ലായിരുന്നു. അങ്ങനെ ഞങ്ങൾ തിരിച്ചെത്തി. അപ്പോൾ വീട്ടിലെത്തി. ഇനി ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിക്കാനായിട്ട് പോവാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക്, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും നല്ല വീഡിയോസായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.